അദ്ദേഹം ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മനുഷ്യനാണോ? കുഴപ്പമില്ല, ആണെന്ന് സുഹൃത്തുക്കൾക്കറിയാം. അതെ അതെ, അത്യാവശ്യം ആണ്. മറ്റേ ഗോപിക ഒരു വളരെ പൊസസീവ് ആയിട്ടുള്ള ഭാര്യയാണോ? ഞാൻ പറഞ്ഞത് കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അതിനാണല്ലേ വന്നേ നമ്മള് ഇല്ല, ഞാൻ അങ്ങനെ പൊസസീവ് എന്തിന്റെ കാര്യത്തിൽ അഭിനയിക്കുമ്പോഴാണ്? അഭിനയത്തിലാണ്. ഞാനും ഈ ഫീൽഡിൽ തന്നെയല്ലേ, എനിക്കറിയാലോ അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറ കുറെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യല്ലേ. സുമുഖളന്റെ ലോഞ്ചിന്റെ ഒരു വീഡിയോ പുറത്തു പോയിട്ടുണ്ട്. അതായത് ഏതൊരു ആർട്ടിസ്റ്റ് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ ജീപ്പ് എടുത്ത് വന്ന് സംസാരിച്ചു ഗോപികയുടെ ഒരു നോട്ടോണ്ട് ഇങ്ങനെ. അത് നമ്മുടെ രാഹുൽ, ഞങ്ങളുടെ ക്യാമറമാൻ രാഹുൽ ഫോട്ടോഷൂട്ട് അത് ഷൂട്ട് എടുത്തിട്ട് കറക്റ്റ് റീല് പുറത്തുവിട്ടു. അതായത് ജീപ്പി വന്നിട്ട് ജീപ്പിനെ വന്നത് അല്ലെങ്കിൽ ദിയുടെ മൊത്തം വിളിച്ചപ്പോ ഇവളൊരു നോട്ടമുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ജീപ്പിയുടെ ഒരു നോട്ടമുണ്ട്. അവിടെ ക്യാമറ കട്ട് ചെയ്തു, ബാക്കിയുള്ളത് വിട്ടിട്ടില്ല. പക്ഷെ ആ ചേട്ടനല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് ബിഹേവിയർ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ബോയ്സിന്റെ അടുത്തും ഗേൾസിന്റെ അടുത്തും ചേട്ടൻ ഒരുപോലെയാണ് പെരുമാറാറ്. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് ദിയന്റെ കവിളിൽ ഇങ്ങനെ പിടിച്ചത് എനിക്ക് അങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ ചേട്ടൻ പറയുന്നത് എന്തോ കേട്ടോണ്ടിരിക്കുക. പക്ഷെ ഇത് സ്ലോ മോഷനിലൊക്കെ ഇട്ടപ്പം ഇതാകെ വേറെ സീനായി. എന്നിട്ട് ദിയാണ് എനിക്ക് നെക്സ്റ്റ് ഡേ അയച്ചു തന്നെ, എടാ ഇങ്ങനെ വന്നു എന്താ ചെയ്യാ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? അവളാകെ ടെൻഷനായി, കാരണം കല്യാണം കഴിഞ്ഞ ഉടനെയാണ്. അപ്പൊ ഫസ്റ്റ് റൂമർ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര ടെൻഷനായി.